എങ്ങനെയാണ് ഈ അട്രാക്ഷൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ചില സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ പ്രാറ്റ്ഫാൾ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരാളേക്കാൾ ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉള്ള ആൾക്കാരോടായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നല്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാളെ നോക്കുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്, പക്ഷെ നമുക്ക് അയാളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉള്ള ഒരാളെ ആയിരിക്കും. അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ആ ഒരു വ്യക്തി പെട്ടെന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് തോന്നും, ഓ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, നമ്മളെപ്പോലെ തന്നെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കും. അപ്പം നമുക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനിപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആയാലും അങ്ങനെ ആയിരിക്കൂലേ, നമ്മളെപ്പോലെ തന്നെയുള്ള ഏകദേശം അതേ സ്വഭാവമുള്ളവരെ ആയിരിക്കൂലേ തിരഞ്ഞെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒരാളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെയുള്ളവരെ ആയിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ഇത് എല്ലാവരുടെ കാര്യത്തിലും ശരിയാവണമെന്നില്ല. ആൾക്കാർ വ്യത്യസ്തരാണ്. ഇനി രണ്ടാമത്തെ പോയിന്റാണ് പീക്ക് ആൻഡ് റൂള്. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുമ്പം അവർ പീക്കായിട്ടുള്ള ഒരു മൊമെന്റും അതിന്റെ അവസാനം അവരെന്താന്ന് പറഞ്ഞതായിരിക്കും കൂടുതലായിട്ട് ഓർത്തിരിക്കല്. അല്ലാതെ ഒരാൾ മുഴുവൻ സമയം സംസാരിച്ച കാര്യം ഫുള്ളായിട്ട് ആരും ഓർത്തിരിക്കൂല. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ പീക്കായിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനും ലാസ്റ്റ് ആയിട്ട് സംസാരം നിർത്തുന്ന സമയത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനും നോക്കണം. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണ്, അപ്പൊ അവരെ പ്രപ്പോസ് ചെയ്യാൻ പോയെന്ന്. അപ്പൊ ആ ടൈമിൽ നിങ്ങളെ ആ ഒരു സംസാരത്തിൽ അതിലൊരു പീക്കായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവണം. നിങ്ങളെ വാക്കിൽ ആ ഒരു സംഭവം ഉണ്ടാവണം. അവരെ മനസ്സിൽ തട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ആ സംസാരം നിർത്തുമ്പോൾ ആ ലാസ്റ്റ് മൊമെന്റും ബെസ്റ്റ് ആക്കാൻ നോക്കണം. ഇനി അടുത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടാണ്, അവർക്ക് നമ്മളോടല്ല, നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നാൻ ചാൻസ് ഉണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നും, പക്ഷെ ഇത് ഉള്ളതാണ്. നമുക്കിപ്പം വലിയ താല്പര്യമില്ലാത്ത ഒരാളെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇയാളെ ഹെൽപ്പ് ചെയ്തില്ലേ, അപ്പൊ എനിക്ക് ഇയാളോട് അത്ര മോശം ഫീലിങ്സ് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ തന്നെ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും. ഇതിപ്പം തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരാളോട് എന്തെങ്കിലും തരത്തിലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അവരോട് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ചോദിക്കുക. അപ്പോൾ അവർ നമുക്ക് ആ ഹെൽപ്പ് ചെയ്തു തരും. അങ്ങനെ ചെയ്തു തരുമ്പോൾ അവർക്ക് നമ്മളോട് എന്തെങ്കിലും തരത്തിലുള്ള വിരോധമോ ദേഷ്യം ഉണ്ടെങ്കിൽ അത് കുറയും. ചെറിയൊരു തരത്തിലുള്ള ഒരു ഇഷ്ടം തോന്നാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് സെൽഫ് എക്സ്പാൻഷൻ എഫക്റ്റ് എന്ന് പറയും. ഒരാളുടെ ലൈഫിലേക്ക് പുതിയൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നവരോട് അവർക്ക് ചെറിയ അട്രാക്ഷൻ തോന്നാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോണ്ടിങ് കൂട്ടുന്നത്. അത് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അപ്പം അധികം വീട്ടിൽ നിന്നൊന്നും പുറത്തു പോകാത്ത ഒരാളാണെന്ന് കരുതുക. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, പക്ഷെ അവരെ സിറ്റുവേഷൻ കൊണ്ട് പുറത്തു പോകാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെയും കൊണ്ട് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് അവർക്ക് നിങ്ങളോടുള്ള ഒരു അടുപ്പം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പുതിയ സ്ഥലങ്ങൾ കാണാൻ പോവുക, പുതിയ ഹോബീസ് ട്രൈ ചെയ്യുക. ഈ പുതിയ ഹോബീസ് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണെന്ന് കരുതുക. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്കതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും കൂടുതൽ കഴിവുണ്ടാവുക. ചിലവർക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫി, ചിലവർക്ക് സിനിമയെ കുറിച്ച് പറയാം, ചിലവർ ഗെയിം ഭയങ്കരമായിട്ട് കളിക്കുന്നവരായിരിക്കും. അങ്ങനെ നിങ്ങൾക്കറിയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് അവരോട് സംസാരിച്ച് അങ്ങനെ ഒരു ബോണ്ടിങ് നിലനിർത്തുക. അടുത്തത് സേഗർനിക് എഫക്റ്റ് എന്ന് പറയും. കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അത് ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് വലിച്ചു നീട്ടുന്നതിന് പകരം ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് അവർക്ക് ഇനിയും ക്യൂരിയോസിറ്റി തോന്നണം. അതിനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിനെ പറ്റിയിട്ട് ഇനിയും അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു തോന്നൽ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ട് നിർത്തുക. അടുത്തൊരു പോയിന്റാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയും. മറ്റുള്ളവർ നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നതെങ്കിൽ ബാക്കിയുള്ളവരും നിങ്ങൾ അതുപോലെ തന്നെ കാണും. നല്ലവനായ ഉണ്ണീനെ കണ്ടിട്ടില്ല എന്ന് കരുതി ഫേക്കായിട്ട് അങ്ങനെ അഭിനയിക്കരുത്. നല്ലവനായ ഉണ്ണിക്കും അവസാനം സംഭവിച്ചത് കണ്ടില്ലേ, അത് ബാക്ക് ഫയർ ചെയ്യും. അതായത് ഒരാൾ പോസിറ്റീവായിട്ട് വിചാരിച്ച ആ ഒരു സംഭവം അത് ബാക്കിയുള്ളവരും ഇൻഫ്ലുവൻസ് ചെയ്യും. അവരും അതങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് രണ്ട് ജെൻഡറിനും ബാധകമാണ്. പിന്നെ ഇമോഷണൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം.
ഒരു ദിവസം ഭയങ്കര സ്നേഹ ആയിരിക്കും, പിറ്റേ ദിവസം ആകുമ്പം ഭയങ്കര ദേഷ്യമായിരിക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് അവരെ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിനെയാണ് ബാധിക്കൽ. ഇവരെങ്ങനെ വിശ്വസിക്കും ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ എന്നുള്ള ആ ഒരു സംശയം ജനിപ്പിക്കും അവരിൽ. അടുത്തതാണ് ഒതൻറ്റിസിറ്റി. ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറ്റുന്നതിനേക്കാൾ കൂടുതൽ ആ പേഴ്സണാലിറ്റിയിലുള്ള എല്ലാ വശങ്ങളും തുറന്ന് കാണിച്ച് അങ്ങനെ അവർ നിങ്ങളെ ഇഷ്ടപ്പെടണം. ഇപ്പം എല്ലാവരും ഒരു കാര്യം ഇഷ്ടപ്പെടുന്നു ഉള്ളത് കൊണ്ട് നിങ്ങളും അത് ഇഷ്ടപ്പെടണം എന്നില്ല. എല്ലാവർക്കും അത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ, എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഫേക്ക് ആയിട്ട് കാണിക്കുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ജെനുവിൻ സ്വഭാവത്തിലും ആൾക്കാർ കൂടുതൽ അട്രാക്റ്റ് ആവും. അടുത്ത പോയിന്റാണ് ഇമോഷണൽ സേഫ്റ്റി. ഒരാൾ നിങ്ങളോട് അവരുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരെ നിങ്ങളൊരു ജഡ്ജ്മെന്റോടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസം ഇല്ലാണ്ടാക്കും. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷണലി സേഫ് ആണെന്ന് തോന്നില്ല. ഒരു അട്രാക്ഷൻ, അത് റിലേഷൻഷിപ്പിലേക്ക് പോവണമെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ ഇമോഷണൽ സേഫ്റ്റി. അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരെ പരമാവധി ജഡ്ജ് ചെയ്യാണ്ട് വെക്കുക. അടുത്തത് കോൺട്രാസ്റ്റ് എഫക്റ്റ് എന്ന് പറയും. ഇതിൽ മെയിൻ പ്രശ്നം കമ്പാരിസൺ ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കപ്പിളിനെ കണ്ടു നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് അത് കമ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോരാ എന്നുള്ള ആ ഒരു തോന്നൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത പോയിന്റാണ് അറ്റൻഷൻ ക്വാളിറ്റി എന്ന് പറയും. അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര അറ്റൻഷൻ കൊടുത്തു എന്നതിനേക്കാൾ ഉപരി എങ്ങനെയുള്ള അറ്റൻഷൻ കൊടുത്തു എന്നതിനാണ് ഇമ്പോർട്ടൻസ്. അടുത്ത പോയിന്റ് ബി ഡിസിസീവ്. എവിടെ പോകണം എന്ന് ചോദിക്കുന്ന സമയത്ത് നിന്റെ ഇഷ്ടം എന്ന് പറയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയുക. ഒപ്പം തന്നെ അവരുടെ വാക്കിനും വില കൽപ്പിക്കുക. രണ്ടുപേരുടെയും ചോയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നീട് അവർക്ക് തന്നെ തോന്നി തുടങ്ങും അതെന്താ നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലേ എന്നുള്ള ആ ഒരു സംഭവം. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനില്ല, ഒരാൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവർ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നന്ദി, നമസ്കാരം.